2003 എന്താണോ MT വാസുദേവൻ നായർ എഴുതിയത് അതുതന്നെ മറ്റൊരു മാറ്റവും കാണാത്ത സാഹചര്യത്തിൽ 2024 ആവർത്തിക്കുന്നു. അത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇന്നലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഞങ്ങൾ നടത്തിയ നിരീക്ഷണത്തെ ആയിരിക്കും അങ്ങ് സൂചിപ്പിച്ചിട്ടുണ്ടാവുക. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ അധികാര ദുർവിനിയോഗത്തെക്കുറിച്ച് എങ്ങനെയാണ് സ്തുതിപാഠകരെയും വാഴ്ത്തുപാട്ടുകാരെയും കുറിച്ച് EMSനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിശദീകരിച്ചത്. അതിൽ കാൾ മാർക്സിനെ ഉദ്ധരിക്കുന്നുണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വില്യം റീഹിനെ ഉദ്ധരിക്കുന്നുണ്ട്. ഇവരൊക്കെ അതാതു കാലഘട്ടങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഐക്കണുകളോ കമ്മ്യൂണിസ്റ്റ് വിമർശകരോ ആണ്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ, ഒരു മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ഉദാഹരിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗം, അത് 2003 നടത്തിയതാണെങ്കിലും 2024 ചരിത്രപരമായ മൂല്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നടത്തുമ്പോൾ സ്വാഭാവികമായും ആ വിമർശനത്തിൻ്റെ കുന്തമുന ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിലേക്ക് നീളുന്നുവെന്ന് പറയേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്. അതിൻ്റെ അർത്ഥം BJPയോ ദേശീയ തലത്തിൽ ഈ അധികാര ദുർവിനിയോഗം നടക്കുന്നില്ല എന്നല്ല. ഞങ്ങൾ ഇന്നലെ ആ ചർച്ചയിൽ പറഞ്ഞു വെച്ചത് ഈ ഭാഷയിൽ ആകുമായിരുന്നില്ല കേന്ദ്ര സർക്കാരായിരുന്നെങ്കിൽ വിമർശിക്കുമായിരുന്നത്, കുറച്ചുകൂടി കടുത്ത ഭാഷയിലാകുമായിരുന്നു എന്നതാണ് ഞങ്ങൾ കണ്ടെത്തിയ നിരീക്ഷണം. അങ്ങേക്ക് തുടരാം. എങ്ങനെയാണ് അങ്ങ് ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നത്? കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ, മാർക്സിനെ ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വേദിയിലിരുത്തി നടത്തിയ പ്രസംഗം, അതിന് ചരിത്രപരമായ മൂല്യമുണ്ടെന്ന് MT പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയാത്തതല്ലോ CPM-ന്റെ സംഘടനാ രീതി. നേരത്തെ തന്നെ CPM ഓരോ സന്ദർഭത്തിലും, നിങ്ങൾ എത്ര തവണ അത് ചർച്ച ചെയ്തിട്ടുണ്ട്, CPM-ന്റെ തെറ്റുതിരുത്തൽ രേഖ, CPM നടത്തുന്ന സംഘടനാപരമായ പരിശോധനകൾ. ഈ സർക്കാർ വന്നതിന് ശേഷം തന്നെ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഇടവേളകളിൽ നടത്തുന്ന സർക്കാരും പാർട്ടിയും തമ്മിലുള്ള ബന്ധങ്ങൾ. അതുകൊണ്ട് ഞങ്ങളിത് പരിശോധിക്കാത്തൊരു പാർട്ടിയോ നേതാക്കൾ വരുത്തേണ്ട, അവരുടെ രീതിയിലും സ്വഭാവത്തിലും വരുത്തേണ്ട തിരുത്തലുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്താത്ത ഒരു പാർട്ടിയോ അല്ലല്ലോ. ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നാൽ പൂർണ്ണമായ അർത്ഥത്തിലാവുന്നില്ല, അതൊരിക്കലും ആവുകയും ചെയ്യില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ ആ പരിശോധനയും തിരുത്തലുകളും നടത്തി പരമാവധി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ഇടതുപക്ഷ സ്വഭാവത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താ? ഇതിനെ മുഴുവൻ ഒരു മുഖ്യമന്ത്രി ആ വേദിയിൽ ഉണ്ടായിപ്പോയി എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കി കെട്ടുന്നതിന്റെ പ്രശ്നം. അതാണ് സാറാ ജോസഫിനെ പോലെയുള്ള ഇടതുപക്ഷത്തെയും പിണറായിയെ തന്നെയും ആവശ്യമായ സന്ദർഭങ്ങളിലെല്ലാം വിമർശിക്കുന്നയാളാണല്ലോ സാറാ ടീച്ചർ. ആ സാറാ ജോസഫ് ഉൾപ്പെടെ പറഞ്ഞത് അവര് എടുത്തു പറഞ്ഞു, ഇത് 141 കോടി ജനങ്ങൾക്കും ബാധകമായ വിമർശനമാണ്, മുഴുവൻ ജനത്തിനോളം ബാധകമായിട്ടുള്ള ഒന്നാണ്, അതിനെ ചുരുക്കിക്കെട്ടരുത് എന്ന് MTയുടെ തന്നെ ശിഷ്യയായിട്ടുള്ള, ഇന്നിപ്പോ നല്ല നിലയിൽ എഴുത്തുകാരുടെ മേഖലയിൽ MTയുടെ തലമുറയ്ക്ക് ശേഷം ഉയർന്നു നിൽക്കുന്ന സാറാ ജോസഫ് ഉൾപ്പെടെയുള്ളവർ പറയുന്നു. നിങ്ങൾ നോക്കൂ അരുണെ, ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഞാൻ ദൈവത്തിന്റെ നിയോഗമാണ് നിർവഹിക്കുന്നത് എന്നാണ്. നിങ്ങൾ നോക്കൂ, രാഷ്ട്രീയ കാര്യങ്ങൾ, ജനാധിപത്യ കാര്യങ്ങൾ ഇത് ചർച്ച ചെയ്യേണ്ട ഒരു മേഖലയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ് ഞാൻ ദൈവത്തിന്റെ നിയോഗമാണ് നിർവഹിക്കുക. അദ്ദേഹം സ്വയം പറയുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് വേറൊരാളല്ല പറയുന്നത്, മറ്റൊരാൾ അദ്ദേഹം അവതാരമാണെന്നോ അദ്ദേഹത്തെ കുറിച്ച് മറ്റെന്തെങ്കിലും വിശേഷണം പറയുകയല്ല. ഒരു കാര്യം കൂടി അങ്ങ് പറയുന്നതിന്റെ തുടർച്ചയെന്ന വണ്ണം VPP, ഈ നരേന്ദ്രമോദി സർക്കാരിനെയും ഹിന്ദുത്വ ഗവൺമെന്റിനെയും വിമർശിക്കാൻ മാർക്സിനെ ഉദ്ധരിച്ചിട്ടോ വില്യം റീഹിനെ ഉദ്ധരിച്ചിട്ടോ കാര്യമുണ്ടോ? കാരണം ആ പ്രത്യയശാസ്ത്രം തന്നെ ഈ നിരാകരിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. ആ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെയോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെയോ പരിസരത്തുള്ള നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തിരുത്തുക സാധ്യമാണോ? വില്യം റീഹിന്റെ മറ്റൊരു പുസ്തകത്തിന്റെ പേര് ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം എന്നാണ്. ആ ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം എന്ന വില്യം റീഹിന്റെ പുസ്തകം ഈ RSS ഉൾപ്പെടെയുള്ള ഫാഷിസ്റ്റ് സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ കുറിച്ചുള്ളതാണ്, സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ കുറിച്ചുകൂടി ഉള്ളതാണ്. അല്ല, ഞാൻ അതാ പറഞ്ഞത്, അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞു വന്നത്. നേരത്തെ ഞാൻ അത് പറഞ്ഞു വന്നപ്പോ റഷ്യയിലെ ഗതിവിഗതികളെ കുറിച്ചിട്ട് കൂടി ഉള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ 2003 ലേഖനം തുടങ്ങുന്നത്. ഇന്നലെയും അദ്ദേഹം അത് ഉദ്ധരിക്കുകയാണ്, അത് ഒഴിവാക്കുന്നില്ല. എന്നിട്ട് ഈ പ്രസംഗം ഇങ്ങനെ നിങ്ങൾ കുറച്ചു പേർ വിവാദമാക്കി തീർത്തപ്പോൾ ഇറക്കിയ വിശദീകരണത്തിലും അദ്ദേഹം പറയുകയാണ്, മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലാകുന്നില്ലേ? റഷ്യയിലെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ പരാമർശിച്ചിട്ടുള്ളത്, വിൽഹം റീഹിനെ ഉൾപ്പെടെ കോട്ട് ചെയ്തിട്ടുള്ളത് ആരെ ഉദ്ദേശിച്ചിട്ടാണ് എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം പറയുകയാണ്. പക്ഷെ ND സുധീറിനോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ താങ്കളുടെ ലേഖകൻ പക്ഷെ MT
തന്റെ പ്രസംഗം വിവാദമായപ്പോൾ നടത്തിയ വിശദീകരണം പറഞ്ഞിട്ടില്ല. അവിടെയാണ് ഈ ചർച്ച ചുരുക്കി കെട്ടുന്നത്, നിങ്ങൾ സങ്കുചിതമാക്കുന്നത്. അല്ലല്ല, ഒരു നിമിഷം. NE സുധീറിനോടും പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായാണ് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. അത് അധികാരത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെക്കുറിച്ചാണ്. അത് മുഖ്യമന്ത്രിക്കെതിരെയാണ് എന്നൊരു അഭിപ്രായം അദ്ദേഹം നടത്തിയതായി നമ്മളെങ്ങും കേട്ടിട്ടില്ല. അല്ല, അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. നമുക്ക് ഇവിടെ വേണ്ടത് എന്താ? യഥാർത്ഥത്തിൽ ജനാധിപത്യം അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മൂല്യവത്തായ രാഷ്ട്രീയ പ്രവർത്തനം. ഈ ലേഖനം തുടങ്ങുന്ന അല്ലെങ്കിൽ ഈ പ്രസംഗം തുടങ്ങുന്ന ആദ്യത്തെ വാചകം അങ്ങനെയാണല്ലോ. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് പല കാലങ്ങളായി. ഇതാണ് ഒന്നാമത്തെ വാചകം. അപ്പോ നിങ്ങൾ നോക്കൂ, 2003 തൊട്ട് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സാഹചര്യം വെച്ചുകൊണ്ടാണ് MT പറയുന്നത്. നിങ്ങൾ അതിനെ ഈ 2023 മുഖ്യമന്ത്രിയുടെ നേരെ ചുരുക്കിക്കെട്ടാൻ ശ്രമിക്കുന്നതാണ്. ദൗർഭാഗ്യവശാൽ നല്ല നിലയിൽ ഉയർത്തിക്കൊണ്ടുപോകാവുന്ന ഒരു ചർച്ചയെ ഉയർന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയക്കാരുടെയും ഇൻക്ലൂഡിംഗ് CPM എല്ലാ രാഷ്ട്രീയക്കാരുടെയും പ്രവർത്തനങ്ങളെ പരിശോധിക്കാൻ, പൊതുപ്രവർത്തനത്തെയും രാഷ്ട്രീയ പ്രവർത്തനത്തെയും ആകെ സമഗ്രമായി അവലോകനം ചെയ്യാൻ കിട്ടുന്ന അവസരത്തെ സങ്കുചിത രാഷ്ട്രീയ ചർച്ചയായി, കക്ഷി രാഷ്ട്രീയ വഴക്കായി. You are watching Reporter Evening Show.